Hi students, now we are going to discuss Visishtadvaita and Upanishad. In Pankarta system, the soul is one with God but also exists separately. Pankarta system pragaram, Pankartra system. So, ആ സിസ്റ്റം പ്രകാരം soul is one with God. ആത്മാവ് ദൈവത്തിൻ്റെ കൂടെയാണ് ബട്ട് ആൾസോ എക്സിസ്റ്റ് സെപ്പറേറ്റ്ലി. പക്ഷെ വ്യത്യസ്തമായി നിലനിൽക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കൂടെയുമുണ്ട് എന്നൊരു കോൺസെപ്റ്റാണ്. This was further developed by Ramanuja in the 11th to 12th century AD. So, ഈ ഒരു കോൺസെപ്റ്റ് വന്നത് വിശിഷ്ടദ്വൈത രാമാനുജ ആണ് കൊണ്ടുവന്ന ഈ ഒരു കോൺസെപ്റ്റ്. He developed the concept of Bhakti Yoga. So, രാമാനുജയുടെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭക്തി യോഗയാണ്. That means through intense devotion, the devotee realizes that he is a part of God and surrenders himself or herself completely to God. സോ ഭക്തി യോഗ പ്രകാരം ത്രൂ ഇൻറ്റൻസ് ഡിവോഷൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ദ ഡിവോട്ടി റിയലൈസ് ദാറ്റ്, ഡിവോട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹീ ഈസ് പാർട്ട് ഓഫ് ഗോഡ്. എന്താണ്, അദ്ദേഹം ദൈവത്തിൻ്റെ ഭാഗമാണെന്ന് ഒരു ഭക്തന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് സറണ്ടേഴ്സ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് കംപ്ലീറ്റ്ലി ടു ഗോഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുഴുവനായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ദൈവത്തിന് അർപ്പിക്കാൻ സാധിക്കും. കംപ്ലീറ്റ്ലി സറണ്ടേഴ്സ് ഹിംസെൽഫ് ടു ഓർ ഹെർസെൽഫ് ടു ഗോഡ്. ദ സോൾ ഈസ് വൺ വിത്ത് ഗോഡ് ബട്ട് സെപ്പറേറ്റ് ആസ് വെൽ. ആത്മാവ് ആരുടെ കൂടെയാണ്, ദൈവത്തിൻ്റെ കൂടെയാണ്, പക്ഷേ എന്തുമാണ്, സെപ്പറേറ്റുമായിട്ടും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. സോ ദെർഫോർ ഹിസ് സിസ്റ്റം ഈസ് നോൺ ആസ് Visishtadvaita system or qualified monism. So it is called Visishtadvaita or qualified monism എന്നറിയപ്പെടുന്നു. The relationship is between Brahman, the God, and the individual, the devotee. So the ദൈവവും അദ്ദേഹത്തിൻ്റെ ഭക്തനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ പറയുന്ന വിശിഷ്ടദ്വൈതയിൽ പറയുന്നത്. സോ ഏകത്വം എന്നാണ് അർത്ഥം. അദ്വൈത മീൻസ് മോണിസം, ഒരു പൂർണ്ണ രീതിയിലുള്ള ഒരു ഏകത്വം അല്ലെങ്കിൽ വിശിഷ്ടദ്വൈത, ക്വാളിഫൈഡ് മോണിസം. ജസ്റ്റ് ആസ് എ റോസ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് കളർ, ബ്രഹ്മൻ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദ സെൽസ് ഓർ ദ ഡിവോട്ടി ഹൂ ഈസ് ഹിസ് ക്രിയേഷൻ. നമ്മളൊരു റോസ് ഒരിക്കലും അതിൻ്റെ കളറിൽ നിന്ന് വ്യത്യസ്തമല്ല. സോ കളറുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ എക്സിസ്റ്റ് വിത്തൗട്ട് ഇറ്റ്സ് ഡിവോട്ടി. അതുപോലെ തന്നെ ബ്രഹ്മൻ, അതായത് നമ്മൾ ദൈവം അദ്ദേഹത്തിൻ്റെ ഭക്തരുമായിട്ട് ആണ് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് എന്നാണ് ഈ പറയുന്ന ഭക്തി യോഗയിൽ പറയുന്നത്. ബ്രഹ്മൻ ഈസ് റിലേറ്റഡ് ടു ഡിവോട്ടീസ്. അപ്പോൾ ദൈവവും അദ്ദേഹത്തിൻ്റെ ഭക്തരും ഒന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന ഭക്തി യോഗയിൽ പറയുന്നത്. ദൈവം എന്ന് പറയുന്നത് ബ്രഹ്മൻ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദ സെൽസ് ഓർ ദ ഡിവോട്ടി ഹൂ ഈസ് ഹിസ് ക്രിയേഷൻ. അതായത് ദൈവത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭക്തരിൽ നിന്നോ അതായത് അദ്ദേഹത്തിൻ്റെ ക്രിയേഷൻ, ദൈവത്തിൻ്റെ ക്രിയേഷനാണ് ഭക്തർ അല്ലെ, മനുഷ്യൻ. സോ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സോ ത്രൂ ദ പ്രാക്ടീസ് ഓഫ് യോഗ, ദാറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യോഗ ഇവിടെ വരുന്നുണ്ട്. കർമ്മയോഗ, ദാറ്റ് ഈസ് യോഗ ഓഫ് വർക്ക്, ജന്മയോഗ, യോഗ ഓഫ് നോളേജ്, ഭക്തി യോഗ, യോഗ ഓഫ് ഡിവോഷൻ, എ പേഴ്സൺ ക്യാൻ അറ്റൈൻ സാൽവേഷൻ. സോ ഇങ്ങനെ 3 തരത്തിൽ നമ്മൾ യോഗ വരുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, മോക്ഷം ലഭിക്കും. കർമ്മയോഗ, ജന്മയോഗ, ഭക്തിയോഗ, ഇതിലൂടെ ഒരു വ്യക്തിക്ക് എന്ത് ലഭിക്കും, മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. സോ വേദാന്ത ഈസ് ലിവിങ് സ്കൂൾ എന്ന് പറയാം. നമ്മളിപ്പോഴും ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതാണ് ഈ വേദാന്ത അല്ലെങ്കിൽ വേദാന്ത എന്ന് പറയുന്നത്. സോ അരബിന്ദോ, സ്വാമി വിവേകാനന്ദ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇവരെല്ലാവരും ഇതിൻ്റെ ഫോളോവേഴ്സാണ്. അദ്വൈത വേദാന്തത്തിലെ ഫോളോവേഴ്സാണ്. ദർ ഈസ് മെനി ഫോളോവേഴ്സ്. ആൻഡ് in 1893 Vivekananda introduced the concept Advaita Vedantam as Hinduism to the West at the World Council Religious in Chicago and the setting up of Ramakrishna Mission. So 1893 സ്വാമി വിവേകാനന്ദനാണ് ഈ പറയുന്ന അദ്വൈത വേദാന്തം എന്നൊരു കോൺസെപ്റ്റ്, ഹിന്ദുയിസത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് ലോകത്തിൻ്റെ മുന്നിൽ എത്തിച്ചത്. വേൾഡ് കൗൺസിൽ ഓഫ് റിലീജിയൻസ് ലോകമത മഹാസമ്മേളനത്തിൽ ചിക്കാഗോയിൽ വെച്ച് അദ്ദേഹം
ഈ പറയുന്ന കോൺസെപ്റ്റ് ലോകത്തിൻ്റെ മുന്നിൽ വെച്ചു. അതേപോലെ തന്നെ സെറ്റിംഗ് അപ്പ് ഓഫ് രാമകൃഷ്ണ മിഷൻ അത് കൊണ്ടുവന്നതും നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ്. സോ ഇതാണ് വിശിഷ്ട അദ്വൈത, ദാറ്റ് ഈസ് ക്വാളിഫൈഡ് മോണിസം. സോ അദ്വൈതം എന്ന് പറഞ്ഞാൽ മോണിസം, എല്ലാം ഒന്നെന്നുള്ളൊരു കോൺസെപ്റ്റാണ്. വിശിഷ്ട അദ്വൈത എന്ന് പറഞ്ഞാൽ ദൈവവും അതിൻ്റെ ആത്മാവും എല്ലാം ഒന്നാണ് എന്നൊരു കോൺസെപ്റ്റാണ് വിശിഷ്ട അദ്വൈതയിൽ പറയുന്നത്. സോ ദൈവം അദ്ദേഹത്തിൻ്റെ ഭക്തരും, ഭക്തി യോഗയാണ് ഇവിടെ പറയുന്നത്, ദൈവവും അദ്ദേഹത്തിൻ്റെ ഭക്തനും ഒന്നാണ് എന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഉപനിഷത്താണ്. ദ ഉപനിഷത്സ് ആർ ബിലീവ് ടു ഹാവ് ബീൻ റിവീൽഡ് ബൈ ദ ഗോഡ്. സോ ഉപനിഷത്ത് റിവീൽ ചെയ്തത് ആരാണ്? ദൈവമാണെന്ന് പറയുന്നു. ദ ഉപനിഷത്ത് ഈസ് എ സാൻസ്ക്രിറ്റ് വേർഡ് ഡിറൈവ്ഡ് ഫ്രം ഉപ വിച്ച് മീൻസ് നിയർ ആൻഡ് ഡൗൺ ആൻഡ് സാഡ് മീൻസ് ടു സിറ്റ്. സോ വൺ സിറ്റ് ഡൗൺ നിയർ എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്, അടുത്തിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥം. സോ ഒരു സ്പിരിച്വൽ ലീഡർ അല്ലെങ്കിൽ ടീച്ചർ, സ്പിരിച്വൽ ടീച്ചർ അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ ഗുരു ശിഷ്യ ബന്ധം, അതൊക്കെ ഇവിടെ ഉപനിഷത്തുമായിട്ട് നമുക്ക് റിലേറ്റഡ് ആയിട്ട് പറയാം. ഗുരു ശിഷ്യ ട്രഡീഷൻ. സ്റ്റുഡൻസ് ആർ ടു ബിക്കം ഫെമിലിയർ വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ലവിങ് ആൻഡ് ഫോർഗിവിങ് ഗോഡ്. സോ ഉപനിഷത്തിൽ പറയുന്നത് ദൈവം എന്താണ്? വളരെ സ്നേഹമുള്ളവനാണ്, എല്ലാവരും പൊറുക്കുന്ന, നമ്മുടെ തെറ്റുകൾ പൊറുക്കുന്ന ആളാണ് ദൈവം എന്ന് നമ്മൾ കുട്ടികളിൽ മനസ്സിലാക്കിക്കാൻ കഴിയണം. സ്റ്റുഡൻസ് ക്യാൻ ബി എൻകറേജ് ടു റിലേറ്റ് ടു ദ ഗോഡ് ഇൻ ദെയർ ഓൺ വേസ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടേതായ രീതിയിൽ ദൈവവുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. സോ മേ ബി ആസ് എ ഫ്രണ്ട്, കുട്ടികൾക്കൊരു ഫ്രണ്ടായിട്ട് ദൈവത്തിനെ കാണാം, ഓർ ഹൂം ദേ ക്യാൻ ടോക്ക് ടു ഡെയിലി ആൻഡ് ഷെയർ ദെയർ ജോയ്സ് ആൻഡ് സോറോസ്. അല്ലെ, അവരുടെ ദുഃഖങ്ങളും ഒക്കെ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്തായിട്ട് വേണമെങ്കിൽ നമുക്ക് ദൈവത്തിനെ കാണാൻ സാധിക്കും. സോ അങ്ങനെ കുട്ടികളെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ പറയും. സോ അതേപോലെ തന്നെ കുട്ടികൾക്ക് ചാരിറ്റി ഒക്കെ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യണം. സർവീസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനും, അതേപോലെ തന്നെ വിസിറ്റ് എക്സിബിഷൻസ് ഒക്കെ നമ്മൾ നടത്തുക. അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഓഫ് വേർഷിപ്പ്, അല്ലേ, വളരെ പ്രധാനപ്പെട്ട നമ്മൾ ആരാധന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളിൽ ഇത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കുട്ടികളിൽ അവരുടെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മുടെ ടീച്ചേഴ്സിന് ഇങ്ങനെയൊക്കെ സാധിക്കും. ഇപ്പോൾ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തെന്നുള്ളൊരു കോൺസെപ്റ്റാണ്, അടുത്തിരിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് നമ്മുടെ ഉപനിഷത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓർത്തഡോക്സ് സ്കൂൾ ഓഫ് തോട്ട്സ് അത് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. ആസ്തിക എന്ന് വേണമെങ്കിൽ പറയാം. ആസ്തിക സ്കൂൾ ഓഫ് തോട്ട്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ 6 തോട്ട്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ന്യായ, വൈശേഷിക, സാഖ്യ, യോഗ, പൂർവമീമാംസ, അതേപോലെ തന്നെ വേദാന്ത, ഇങ്ങനെ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് ഹെറ്ററഡോക്സ് സ്കൂളാണ്. ഹെറ്ററഡോക്സ് സ്കൂൾ ഓർ ഫിലോസഫിയിൽ മെയിനായിട്ട് 2 പോയിൻറ്റ്സ് ആണ് വരുന്നത്. സോ ദീസ് സ്കൂൾസ് ഡു നോട്ട് ആക്സെപ്റ്റ് ദ അതോറിറ്റി ഓഫ് ദ വേദാസ്. അവിടെ വേദങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് നമ്മൾ പറയുന്ന ഹെറ്ററഡോക്സ് സ്കൂൾസ് എന്ന് പറയുന്നത്. സോ അവിടെ ഫിലോസഫി ആൻഡ് വാല്യൂസ് ആണ് നമുക്ക് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ നാസ്തികാസ് ആണ് ഇവരെ അറിയപ്പെടുന്നത്. ഹെറ്ററഡോക്സ് സ്കൂൾസ് ഓഫ് തോട്ട്സ് പറഞ്ഞാൽ അത് നാസ്തികാസ് ആണ്. അതിൽ വരുന്നത് മെയിനായിട്ട് ബുദ്ധിസം, ജൈനിസം, കാർവാകാസ് ആണ്. സോ ബുദ്ധിസം ആൻഡ് ജൈനിസം ചലഞ്ചഡ് ദ പ്രീഡോമിനൻസ് ഓഫ് ബ്രഹ്മൻസ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ അവിടെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ബ്രഹ്മം എന്നുള്ള കോൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആണ് ഈ പറയുന്ന ബുദ്ധിസം അല്ലെങ്കിൽ ജൈനിസം എന്ന് പറയുന്നത്. സോ ദർ ആർ ബുദ്ധിസം. സോ ബുദ്ധിസ്റ്റ് ഫിലോസഫി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ബിലീഫ് ആണ്. ബുദ്ധിസ്റ്റ് ഫിലോസഫി ഒരു വിശ്വാസമാണ് ബേസ്ഡ് ഓൺ ദ ടീച്ചിങ് ഓഫ് സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധ. സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധയാണ്, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ആണ് ഈ ബുദ്ധിസത്തിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഇവിടെ ബുദ്ധിസം ഈസ് റിലീജിയസ് ദാറ്റ് റെസിസ്റ്റ് റിലീജിയസ് ടോളറൻസ്. സോ മതസഹിഷ്ണുതയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദർ ആർ 3 ഫീച്ചേഴ്സ് ഓഫ് 3 മാർക്കേഴ്സ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 3 മാർക്കേഴ്സ് ഓഫ് എക്സിസ്റ്റൻസിനാണ് നമ്മുടെ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ
ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ത്രീ മാർക്കേഴ്സ് ഓഫ് ഫിലോസഫിയുടെ നോട്ട്സ് ഞാൻ തരാം. നെക്സ്റ്റ് നമുക്ക് ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആർ നോൺ ദർ ആർ ത്രീ എന്താണ് ഇമ്മോർട്ടൽ സോൾ ഇല്ല എന്നാണ് പറയുന്നത്. സോ മരണത്തിന് ശേഷം ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ആത്മാവ് മരണാനന്തര ജീവിതം എന്ന് പറയില്ല, അങ്ങനെ ഒരു ഇതില്ല. ഇമ്മോർട്ടലായിട്ടൊരു ആത്മാവില്ല, ഒരു പ്രേതം എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ഒരു സംഭവം എവിടെ ഇല്ല, ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബുദ്ധിസ്റ്റ് ഫിലോസഫി ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ ഒരു മതസഹിഷ്ണുതയ്ക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, ടോളറൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നോട് 3 മാർക്സ് ഓഫ് എക്സിസ്റ്റൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളൊരു നോട്ട്സ് സെപ്പറേറ്റ് തരാം, അതിൻ്റെ മെറ്റീരിയൽ തരാം. പിന്നെ അതിൽ നെക്സ്റ്റ് വരുന്നത് ജൈനിസമാണ്. സോ ജൈനിസത്തിൽ നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് റിലീജിയനാണ് നമ്മുടെ ജൈനിസം എന്ന് പറയുന്നത്. 24th ത്രികാന്തകനായിട്ടുള്ള മഹാവീരനാണ് ഈ പറയുന്ന ജൈനിസം കൊണ്ടുവന്നത്. ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം എല്ലാ ജീവജാലങ്ങളിലും ദൈവത്തിൻ്റെ ഒരു അംശമുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജൈവമായ അജീവമായ വസ്തുക്കളും എല്ലാറ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ ഗൗതമ ബുദ്ധൻ്റെ കോണ്ടംപററി ആയിട്ട് ജനിച്ചിട്ടുള്ള ആൾ തന്നെയാണ് നമ്മുടെ മഹാവീരൻ. So the Jain philosophy is based on the idea that one has to conquer the negative aspect of human nature in order to realize the truth. അതായത് നമ്മളെപ്പോഴും നമ്മുടെ നെഗറ്റീവ് ആസ്പെക്റ്റിനെ അതിജീവിക്കണം. നമുക്ക് സത്യം കണ്ടെത്താൻ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള നെഗറ്റീവ് ആസ്പെക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അത് കോൺക്വർ ചെയ്യണം, കീഴടക്കണം, നെഗറ്റീവിനെ കീഴടക്കണം. ഇൻ ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ജീവ ദാറ്റ് ഈസ് ലിവിങ് ആൻഡ് ദ അജീവ നോൺ ലിവിങ് തിങ്സുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ ഉണ്ട് നമുക്ക് എന്നാണ് പറയുന്നത്. സോ ജീവനുള്ള വസ്തുക്കളും അജീവമുള്ള വസ്തുക്കളും ഉണ്ട്. സോ ദേ ആർ ദ റെസ്പോൺസിബിൾ ഫോർ ദ ഇവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ്. ഈ ലോകം ഉണ്ടായിട്ടുള്ളത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ ചേർന്നുകൊണ്ടാണ് ഈ ലോകം ഉണ്ടായിട്ടുള്ളത്. യൂണിവേഴ്സ്, പ്രപഞ്ചം തന്നെ ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കളും ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ സോൾ ഈസ് സ്ട്രിപ്ഡ് ടു ഓഫ് ആൾ ഇറ്റ്സ് അജീവ ബോണ്ടേജ് ഇറ്റ് ബിക്കംസ് പ്യുവർ ആൻഡ് അറ്റൈൻസ് ലിബറേഷൻ ഓർ മുക്തി. അപ്പം നമുക്ക് ഈ ജീവനില്ലാത്ത വസ്തുക്കളോടുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധം, ആത്മബന്ധം, അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സ്വർണം, വീട് ഒക്കെ നമുക്ക് എല്ലാത്തിനോടും ഒരു ലൗകിക ജീവിതത്തിനോടൊരു ആത്മബന്ധം ഉണ്ടായിരിക്കും. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിനൊരു മുക്തി ലഭിക്കും. സോ നമുക്ക് പ്യുവറായിട്ടുള്ള മുക്തി അല്ലേ, അത് നമുക്ക് ലഭിക്കും. ജൈനിസം സ്ട്രെസ്സസ് ഓൺ സെൽഫ് ഡിസിപ്ലിൻ. ജൈനിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെൽഫ് ഡിസിപ്ലിനാണ്. അതേപോലെ പോസിറ്റീവ് തിങ്കിങ് അല്ലേ, എല്ലാവരും സെൽഫ് കൺട്രോൾ അല്ലേ, നമ്മൾ ആത്മനിയന്ത്രണം നമുക്ക് ഉണ്ടാവണം, വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ, അതായത് ഈ ജൈനിസം മഹാവീരൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ എന്താണ് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്, ഇത് ഫോളോവേഴ്സ്, ജൈനിസം ഫോളോ ചെയ്യുന്നവർ എന്തായിരിക്കണം, സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കണം, സെൽഫ് കൺട്രോൾ ആയിരിക്കണം, പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം, അതാണ് പറയുന്നത്. സോ ഇറ്റ്സ് എ വാല്യൂ നോൺ വയലൻസ്. ഇതിൻ്റെ മെയിൻ വാല്യൂസ് എന്താ പറയുന്നത്, നോൺ വയലൻസ് ആണ്. ആൻഡ് ഗിവ് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് ടു ഈവൻ നോൺ ലിവിങ് ഒബ്ജക്റ്റ് അല്ലേ. അതായത് ജൈനിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനു കൂടിയാണ്, നോൺ ലിവിങ് ഒബ്ജക്റ്റ് അല്ലേ, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് കൂടി എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ജൈനിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ ജൈനിസം ആൻഡ് ബുദ്ധിസം ആണ് നാസ്തിക സ്കൂൾ ഓഫ് തോട്ട്സിൽ വരുന്നത്. ജൈനിസം, മഹാവീരനാണ് ജൈനിസത്തിൻ്റെ ഉപജ്ഞാതാവ്. നമ്മുടെ നെഗറ്റീവ് ആസ്പെക്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, കോൺക്വർ ചെയ്യണം. നമ്മൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കളും ചേർന്നുകൊണ്ടുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കണം, എന്നാലേ അൾട്ടിമേറ്റ് ഒരു സാൽവേഷൻ ലഭിക്കുള്ളൂ. സോ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് കൺട്രോൾ, പോസിറ്റീവ് തിങ്കിങ് എല്ലാം ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് ജൈനിസത്തിൽ പറയുന്നത്. സോ ദീസ് ആർ ദി നാസ്തിക സ്കൂൾ ഓഫ് തോട്ട്സ്. സോ വി ഡിസ്കസ്ഡ് ആസ്തിക ആൻഡ് നാസ്തിക സ്കൂൾ ഓഫ് തോട്ട്സ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഭക്തി, സിക്കിസം, ഇസ്ലാം, സൂഫിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് മോഡേൺ ഫിലോസഫി. ഓക്കെ, താങ്ക് യു.